കാസർഗോഡ് ഉപ്പള കളിയാർ എന്ന് പറയുന്ന ശൈത്താന്മാരുടെ ഷർറ് കൊണ്ട് താമസിക്കാൻ പറ്റാത്തൊരിടത്ത് മുത്തു ശൈഖുന കുറ്റിയടിച്ചിട്ട് ഇവിടെ അജ്മീർ പോലെയാകുമെന്ന് പറഞ്ഞപ്പോ, അത്ഭുതങ്ങൾ ഒന്നിരായ ഇസ്മാഹി ഉസ്താദിനോട് പറഞ്ഞപ്പോ ആർക്കും അറിഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങൾ കുടികെട്ടി പാർക്കാൻ പ്രയാസമുള്ളൊരിടത്ത് അജ്മീർ പോലെയാകുമെന്ന് മുത്തു ശൈഖുന പറഞ്ഞ് കുറ്റിയടിച്ചിട്ട് അവിടത്തെ പേഴ്സിൽ നിന്ന്, അവിടത്തെ അരപ്പട്ടയിൽ നിന്ന് നല്ലൊരു സംഭാവന തന്നിട്ട് തുടക്കം കുറിച്ചു പോയ കളിയാർ ഇന്ന് മാസത്തിൽ 2 സ്വലാത്തുകൾ നടക്കുമ്പോ 4000-ൽ 5000-ൽ കൂടുതൽ ആളുകൾ എവിടെ കർണാടകയുടെ മുക്കുമൂലകളിൽ നിന്ന്, കേരളത്തിലെ മുക്കുമൂലകളിൽ നിന്ന്, പല പല രാജ്യങ്ങളിൽ നിന്നും മണ്ണവിടെ എത്തുമ്പോ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ആദ്യം പള്ളി കെട്ടിയപ്പോ അവിടെയുള്ളവർ ചോദിച്ചു, ഇവിടെ എന്തിന് ഇത്ര വലിയ പള്ളി? ആ പള്ളി പൊളിച്ച് വേറെ വലുത് പള്ളി കെട്ടി. എന്നിട്ടും മതിയാകില്ല. 3ാമത്തെ തവണ വിശാലമായ പള്ളിയെടുത്തു. ഇന്നത് മതിയാകാതെ, എത്രയോ മുറ്റങ്ങൾ മതിയാകാതെ, ഏക്കറക്കണക്കിന് 3 ഏക്കറയോളമുള്ള ഇടമുണ്ട്. ഇല്ലാ സ്ഥല സൗകര്യങ്ങൾ മതിയാകാതെ തിങ്ങിമുട്ടുകയാണ് ഇന്നവിടെ. എന്തേ? കാലങ്ങൾക്ക് മുമ്പ് കുറ്റിയടിച്ച് മുത്തു ശൈഖുന ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി, ഇവിടെ അജ്മീർ പോലെയാകുമെന്ന്. എന്താണ് ആ വാക്കിന്റെ പൊരുൾ? എന്താണ് ആ നാവിന്റെ അസർ? എന്താണ് ആ വാക്കിന്റെ ഹൂക്ക്? അതെല്ലാം ഓരോന്നായി മനസ്സിലാക്കിയെടുക്കാൻ ഖൽബ് വിശാലതയുള്ളവർ, ഖൽബിന്റെ ഉള്ളിൽ ഈമാനുള്ളവർ, ഖൽബിന്റെ ഉള്ളിൽ ഇഷ്കുള്ളവർ, അവർ ചിന്തിക്കില്ല അതെന്തേ അങ്ങനെ പറഞ്ഞു, അതെന്തേ ഇങ്ങനെ പറഞ്ഞു, അതെന്തേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതെന്തേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല. ഇല്ല, വാക്കുകളിൽ ചോദ്യമില്ല, പറച്ചിലുകളിൽ സംശയമില്ല. ഉൾക്കൊള്ളാൻ പറ്റിയതും പറ്റാത്തതും അനുകൂലവും പ്രതികൂലവും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് മഹാന്മാരെ ഖൽബറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നവർ. അങ്ങനെയാണ്. അവർക്ക് ആഗ്രഹമുള്ളതും ഇല്ലാത്തതും സ്വീകരിക്കുന്നവരാണ്. റബ്ബിൽ നിന്ന് ഖനാഅത്തുള്ളവർ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ഖനാഅത്തുള്ളവർ. അതുപോലെ മഹാന്മാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അവിടത്തെ വാക്കുകൾ, അവിടത്തെ കൽപ്പനകൾ അതുപോലെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുന്നവനുമാണ്. അവന്റെ പേരാണ് മുഹിബ്. അവന്റെ പേരാണ് മുഹിബ്. അല്ലാഹുവേ, അത്തരക്കാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.